സർ, സ്പോർട്സും യുവജനക്ഷേമവും കായിക യുവജന മേഖലയ്ക്ക് 127.39 കോടി രൂപ വകയിരുത്തുന്നു. സർക്കാർ ധനസഹായത്തിനു പുറമെ പുറത്തുനിന്നുള്ള സ്വകാര്യ മേഖലയിൽ നിന്നുള്ള വിഭവസമാഹരണം കൂടി ലക്ഷ്യമിട്ട് ആരംഭിച്ച സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ഫണ്ടിന് 8.54 കോടി രൂപ വകയിരുത്തുന്നു. സർ, കായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 17.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണത്തിനായി 7 കോടി രൂപ വകയിരുത്തുന്നു. ഹെൽത്തി കിഡ്സ് ആരോഗ്യത്തിനായി കളിക്കുക പദ്ധതി നടപ്പിലാക്കുന്നതിന് സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി 6.5 കോടി രൂപ വകയിരുത്തുന്നു. ഗ്രാമീണ കളിസ്ഥലങ്ങൾ വികസിപ്പിക്കുന്നതിന് 8 കോടി രൂപ വകയിരുത്തുന്നു. ഓരോ ഗ്രാമപഞ്ചായത്തിലും ഒരു കായിക സൗകര്യം കളിസ്ഥലം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മുഖേന ചെലവഴിക്കുന്നതാണ്. സാർ, കേരള സ്പോർട്സിൻ്റെ ആർക്കൈവ്സ്, സ്പോർട്സ് മ്യൂസിയം തുടങ്ങിയവ മെച്ചപ്പെടുത്താനായിട്ട് 50 ലക്ഷം രൂപയുടെ സഹായം നൽകുന്നതാണ്. സ്പോർട്സ് കൗൺസിലിന് 34 കോടി രൂപ നീക്കിവെക്കുന്നു. യുവജനക്ഷേമ ബോർഡിന് 17 കോടി രൂപ വകയിരുത്തുന്നു. സാർ, വൈദ്യ ശുശ്രൂഷയും പൊതുജനാരോഗ്യവും 24-25 സാമ്പത്തിക വർഷം 2052.23 കോടി രൂപ വകയിരുത്തുന്നു. തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രവർത്തിച്ചിരുന്ന മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനത്തിന് 6.6 കോടി രൂപ അനുവദിക്കുന്നു. പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടികൾക്കായി 12 കോടി രൂപ വകയിരുത്തുന്നു. സാംക്രമികേതര രോഗങ്ങളുടെ നിയന്ത്രണ പരിപാടികൾക്കായി 11.93 കോടി രൂപ വകയിരുത്തുന്നു. ആദിവാസി മേഖലകളിലെയും തീരപ്രദേശങ്ങളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനായി 10 കോടി രൂപ നീക്കിവെക്കുന്നു. കനിവ് പദ്ധതി കീഴിൽ 315 ആംബുലൻസുകളുടെ പ്രവർത്തനത്തിനായി 80 കോടി രൂപ മാറ്റിവെക്കുന്നു. ആർദ്രം പദ്ധതിക്ക് 24.88 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, ആരോഗ്യ സുരക്ഷാ ഫണ്ട് എന്ന ഒരു പദ്ധതി പറയുകയാണ്. കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. സർക്കാർ ആശുപത്രികളിൽ അഭൂതപൂർവമായ അടിസ്ഥാന സൗകര്യ വികസനമാണ് നടന്നിട്ടുള്ളത്. കിഫ്ബി വഴി ആയിരക്കണക്കിന് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമായി. കരൾമാറ്റം, ഹൃദയമാറ്റം ഉൾപ്പെടെയുള്ള സങ്കീർണമായ ശസ്ത്രക്രിയകൾ ജില്ലാ ആശുപത്രികളിൽ വരെ സാധാരണമായി നടക്കുകയാണ്. ഡയാലിസിസ് സംവിധാനം താലൂക്ക് ആശുപത്രികളിൽ വരെ സർവ്വസാധാരണമായിരിക്കുന്നു. വരുമാനമുള്ളവരും സർക്കാർ ആശുപത്രികളുടെ ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. സ്വകാര്യ ആശുപത്രികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ സാമ്പത്തിക ലാഭമാണ് അവർക്കുണ്ടാകുന്നത്. സന്തോഷത്തോടു കൂടി തന്നെ സർക്കാർ ആശുപത്രിയിലേക്ക് ഒരു തുക നൽകാൻ പലരും സന്നദ്ധരുമാണ്. പക്ഷേ ഒരു ക്രോസ് സബ്സിഡി എന്ന നിലയിൽ ഈ നിലയിൽ ഇതിനെ കാണുകയും ചെയ്യാം. എന്നാൽ അങ്ങനെ പണം നൽകാനുള്ള ഒരു സർക്കാർ സംവിധാനം ആരോഗ്യ മേഖലയുമായി നിലവിലില്ല. ആശുപത്രികളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തുകകൾ നൽകാൻ തയ്യാറാവുന്നവർക്കായി ഒരു സർക്കാർ റെമിറ്റൻസ് അക്കൗണ്ട് സംവിധാനം ഒരുക്കുന്നതായിരിക്കും. വിശദാംശങ്ങൾ പിന്നീട് ആലോചിച്ച് രൂപീകരിക്കുന്നതാണ്. സർ, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ പുതുതായി ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് 9.88 കോടി രൂപ വകയിരുത്തുന്നു. സർ, ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിൽ സ്കൂൾ ഹെൽത്ത്